ഹലോ, നമ്മളിപ്പോൾ ഇന്ന് ഓണം പരിപാടിയായിട്ട് റോയൽ ഫിറ്റ്നസ്സിലേക്ക് പോവുകയാണ്. അവിടെ ഓണം സെലിബ്രേഷൻ നടക്കുന്നുണ്ട്, ഓണം സെലിബ്രേഷൻ പാർട്ടി ജിമ്മിൽ. അപ്പോൾ അവിടെ പോവുകയാണ്, അവിടുത്തെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അങ്ങനെ നേരെ ജിമ്മിൻ്റെ നമ്മളെ പ്രോട്ടീൻ ഷോപ്പിൻ്റെ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഫുൾ തിരക്കാണ്. എല്ലാ വണ്ടികളും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവിടെ നോക്കുമ്പോൾ പാർക്കിംഗ് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും ജിമ്മിൽ ഫുൾ സജീവമായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഓരോരോ പരിപാടികളും സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലും പരിപാടിയിലാണ്. കാര്യമായിട്ടുള്ള കലാപരിപാടികളും തുടങ്ങിയിട്ടില്ല. അപ്പോൾ 2-3-4 പരിപാടികൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്ലാങ്ക് ഉണ്ടാവും, പുള്ളപ്പ് ഉണ്ടാവും, പുഷപ്പ് ഉണ്ടാവും, പിന്നെ അതേപോലെ സിറ്റപ്പ് ഉണ്ടാവും, പിന്നെ ലൈറ്റായിട്ടൊരു ബോഡി ഷോ നടത്തണം. അങ്ങനെയൊക്കെയാണ് പ്ലാനിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവിടെ നിരത്തി വെച്ചിട്ടുള്ള ട്രോഫികൾ. ഓണപ്പരിപാടിയുടെ സെലിബ്രേഷൻ്റെ അന്നത്തെ ദിവസത്തിൽ കൊടുക്കാനുള്ള, വിജയികൾക്ക് കൊടുക്കാനുള്ള ട്രോഫിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റോയൽ ഫിറ്റ്നസ്സിൻ്റെ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. സംഭവം എല്ലാ അടിപൊളി ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് പരിപാടികൾ എന്തൊക്കെയാണ്, എപ്പോഴാണ് തുടങ്ങുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവർ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കണുള്ളൂ. ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഓരോ പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടായ പുള്ളപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളപ്പാണ് കഴിഞ്ഞ കൊല്ലത്തെ മിസ്റ്റർ മലപ്പുറം ഉണ്ടായിരിക്കുന്നതായിരിക്കും എല്ലാവരും. അപ്പോൾ ഈ പുള്ളപ്പ് പരിപാടി എങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളെല്ലാവരും ഇത് ഓരോ സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ് ഫൈനലിലേക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് ഫൈനലിലേക്ക് സെലക്ട് ചെയ്തതിന് ശേഷമായിരിക്കും 5G തീരുമാനിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് റൗണ്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് റൗണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളപ്പ് മത്സരത്തിൻ്റെ ഫസ്റ്റ് റേഞ്ച് കഴിഞ്ഞതാണ്. അടുത്ത് നമ്മൾ പുഷപ്പിലോട്ട് കിടക്കുകയാണ്.
അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ കണ്ടുമുട്ടാൻ പറ്റിയൊരു സെലിബ്രേഷൻ പരിപാടിയായിട്ടുണ്ട്. ഇത് കുറേ ആൾക്കാർ കണ്ടുമുട്ടാത്തവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് കാണുന്നത്. One, up, two, 24, up, 35, up, 36, up, 27, up, 38, up, 39, up. ഈ പുഷപ്പിൻ്റെ കോമ്പറ്റീഷൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് നടക്കുന്നത്. നമ്മളെല്ലാം കൂടുതൽ ചെയ്യുന്ന നമ്പേഴ്സ് ചെയ്യുന്ന ആളുകളെ ആയിരിക്കും ഫൈനലിലേക്ക് സെലക്ട് ചെയ്യുക. അവർക്ക് ട്രോഫി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് റൗണ്ടാണ് പുഷപ്പിന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെല്ലാം. അപ്പോൾ പുഷപ്പിൻ്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാൽ അടുത്ത് പ്ലാങ്കാണ്. പ്ലാങ്ക് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ആയിരിക്കും പ്ലാങ്കിൻ്റെ വരുന്നത്. ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ കൂടുതൽ സെക്കൻഡുകൾ നിന്ന ആൾക്കാരായിരിക്കും ഫൈനലിലേക്ക് സെലക്ട് ചെയ്യുക. ハッピーオナム。ഈ പ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷപ്പിനെ പോലും പുള്ളപ്പിനെ പോലും ഒന്നല്ല. ഒരുവിധം മാക്സിമം ടൈം ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് വരെയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ കോമ്പറ്റീഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റിലൊരു ബോഡി ഷോ നടക്കുന്നുണ്ട്. അന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം. അതാണ് പരിപാടി. അപ്പോൾ താഴത്ത് സദ്യയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ടീംസ് താഴെ ഉണ്ട്, കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തകൃതിയായിട്ട്. പ്ലാങ്ക് നല്ല ടൈറ്റേറിയ മത്സരമാണ് കേട്ടോ. ഒരാളും വിട്ടു കൊടുക്കണില്ല, കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് എല്ലാവരും.
അപ്പോൾ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഞാൻ ഫുഡിൻ്റെ അവിടെ നിന്ന് പോയി കിട്ടുന്നത് ചെറിയൊരു ബ്രേക്ക് ടൈമാണ്. ചെറിയ ഫുഡിൻ്റെ അവിടെ നിന്ന് പോയി കിട്ടുക. ഇവിടെ ഇതാ ഫുൾ ടീം സജീവമായിട്ട് ഫുള്ള് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന ബൈക്കും കാര്യങ്ങളൊക്കെ മാറ്റി എല്ലാം സെറ്റാക്കിയിട്ട് വെക്കാനുള്ള പരിപാടി. ഫൈനൽ തുടങ്ങാനായിട്ടുണ്ട്. പോയി നോക്കാം. 51, 52, come on. 20, 21, 22, 23, 24, 25, 26, 8, 9, 10, 11, 12, 13, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34. അപ്പോൾ ഇനി പുള്ളപ്പിൻ്റെ സമ്മാനദാനം നടക്കുന്നതായിരിക്കും. അടുത്ത് പ്ലാങ്കാണ്. പ്ലാങ്കിൻ്റെ ഫൈനൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിജയെ ഇപ്പോൾ കണ്ടെത്തും. ഇപ്പോൾ തന്നെ കൊടുക്കും ട്രോഫി. അപ്പോൾ ഇതിലെ വിജയി ആരാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് പൊങ്ങിക്കോ, ശ്രീക്ക് കുറച്ച് പൊങ്ങി. അത്ര പൊങ്ങണ്ട, കുറച്ച്. തുടർച്ചയായി രണ്ടാം തവണയും ചെറിയ കുറവാൽ ശ്രമിച്ചു. 6:30. അപ്പോൾ അടുത്തത് പ്ലാങ്കിലെ വിജയെ കണ്ടെത്താണ്. രണ്ടാം തവണയും തേർഡ് പ്രൈസ് അനീഷ്.
അടുത്തത് പുഷപ്പിൻ്റെ ഫൈനൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിജയം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഇത് സംഭവം വിചാരിച്ച പോലെയല്ല, കുറച്ച് ടാസ്ക്കാണ്. അപ്പം എന്ന് പറയുമ്പോൾ പൊങ്ങി നിൽക്കേണ്ട ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കുറച്ചൊരു ടാസ്ക് ആയിട്ടുള്ള സംഭവമാണ്. ഏതായാലും സംഭവം നോക്കാം. അടുത്ത പുഷപ്പിൽ ഒന്നാം വിജയിയെ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ആരാണ് ഒന്നാമത്? അടുത്തത് ഹാഫ് സിറ്റിംഗ് മത്സരമാണ് നടക്കുന്നത്. അത് എങ്ങനെയുണ്ട് നോക്കാം. അതിലെ വിജയെ കണ്ടെത്തുന്നത് ആരാ നോക്കാം. ശ്രദ്ധിക്കൂടെ നല്ല കാലിന് സപ്പോർട്ട് കൊടുക്കട്ടോടാ. അജ്മലെ കൂടല്ലേ ആ കുട്ടിയുടെ പ്രകടനം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒന്നാം സ്ഥാനം കൊടുക്കുകയാണ്. അടുത്ത് നമ്മുടെ ജിമ്മിലെ മസിൽ മച്ചാന്മാരുടെ ബോഡി ഷോ ആണ്. അപ്പോൾ റെഡി ആയിട്ടുള്ള 3 ആൾക്കാരേ ഉള്ളൂ. ബാക്കി ആൾക്കാർക്കൊക്കെ ഇറങ്ങാൻ മടിയാണ്. എന്നാലും ഇവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് ചില്ലറ കാര്യങ്ങൾ കുറേ ആളുകളുണ്ട് ഇറങ്ങാനുള്ളവരൊക്കെ. പക്ഷേ ആരും തയ്യാറെടുത്തിട്ടില്ല. എന്നാലും ഇവരുള്ളവർ അങ്ങോട്ട് ഇറങ്ങുന്നുള്ളൂ. ഏതായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ബോഡി ഷോ ഒക്കെ ഉഷാറാണ്. ഇതിൻ്റെ ഭയങ്കര ആവേശത്തോടു കൂടിയാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. ഇതൊരു വേറെ രസം തന്നെയാണ്. ശരീരപ്രകടനം എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഇതുപോലെ നല്ല ബോഡിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുക എന്നുള്ളത്. അതേതായാലും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ, മോശക്കാരല്ല. പക്ഷേ ഇവരെ ഇറങ്ങിയിട്ടില്ല. കാരണം കൊണ്ടൊക്കെ അവർ ഇറങ്ങാതെ വന്നിട്ടുണ്ട്. ഇവരങ്ങനെ പ്ലാനഡ് ആയിട്ടൊന്നുമില്ല. ഞാൻ പ്ലാനായിട്ട് വന്നവരൊന്നല്ല. എല്ലാവരും സ്റ്റേജിൽ അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാനുള്ളത്. അപ്പോൾ എലിയും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാവരും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാണ്. ആളുകൾ ഇറങ്ങുന്നതോട് കൂടിയിട്ട് ഫുഡ് കഴിക്കൽ സ്റ്റാർട്ടാക്കുകയാണ് എന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കലുള്ള പരിപാടിയോട് തുടങ്ങുകയാണ്.
അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും കളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കുക. അതാണ് നമ്മളെ പിന്നെ ഇതിൽ അപ്സിറ്റപ്പിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ച പയ്യൻ. എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സാമ്പാർ അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് പരിപ്പ് പായസം ഉണ്ടായിരുന്നു, അത് കുടിച്ചു. ഞാൻ 2-3 ഗ്ലാസ്സോളം കുടിച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ടൊരു പായസമായിരുന്നു, അത് കുടിച്ചു. പിന്നെ നമ്മളെല്ലാ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികളും ഇവിടെ ഉണ്ട്. അവരൊക്കെ ഇടയിൽ അങ്ങനെ കയറി സപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സംഭവം നല്ല അടിപൊളി സദ്യ കേട്ടോ. ഓണസദ്യ എന്നുള്ള ലെവലിൽ എല്ലാവരും അടിപൊളിയായി. ഇതെല്ലാവർക്കും കൂടെ ഒന്ന് ഒത്തുകൂടാൻ പറ്റി എന്നുള്ളതാണ് വളരെ സന്തോഷം. കാരണം കുറേ ആളുകളെ കാണാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഒന്ന് കാണാൻ പറ്റി. ശരിക്കും ഇങ്ങനെ ജിമ്മുകളിലൊക്കെ ഇങ്ങനത്തെ ക്ലബ്ബുകളിലൊക്കെ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് വളരെ നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടുമുട്ടാനും നല്ലൊരു ഓപ്പണായിട്ട് നമുക്ക് എല്ലാവരോടും കണ്ട് സംസാരിക്കാനൊക്കെ പറ്റും. കുറേ ആൾക്കാരെ കാണാത്തവരൊക്കെ കാണാൻ പറ്റും. കാരണം വൈകുന്നേരം വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും രാവിലത്തെ ടീമിനെ കാണാൻ പറ്റില്ല, രാവിലെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വൈകുന്നേരത്തെ ടീമിനെയും കാണാൻ പറ്റില്ല. അങ്ങനെ എല്ലാവർക്കും കൂടെ ഒന്ന് ഒത്തുചേരാൻ പറ്റിയൊരു സമയമായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലാണ്, നല്ല രസമായിട്ട് എല്ലാവരും നല്ല കറക്റ്റ് ഫുഡ് കഴിക്കുന്ന ടൈമിന് 1 മണിക്കാണ് നമ്മൾ ഫുഡ് തുടങ്ങിയിട്ടുള്ളത്. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചു, അതന്നെ വലിയ സന്തോഷം. നല്ല അടിപൊളി ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ, കുഴപ്പമില്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ള സദ്യ തന്നെയായിരുന്നു. എല്ലാ വിഭവങ്ങളും ഉണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട് പരിപാടിയെല്ലാം. നല്ല ചോറും നല്ല സാമ്പാറൊക്കെ ആയിരുന്നു. സംഭവം ഗംഭീര പരിപാടിയായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം എൻജോയ് ചെയ്തു, അടിപൊളിയായാലും പരിപാടിയൊക്കെ എല്ലാവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റി. ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഓരോരോ പരിപാടികളുണ്ടാകുമ്പോൾ വിശേഷങ്ങളുണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് കഴിഞ്ഞാൽ നമുക്കും നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലെ സന്തോഷങ്ങൾ എന്താണെന്ന് വെച്ചെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാൻ ഇനി എവിടെയെങ്കിലും കയറിയിരിക്കാൻ നോക്കട്ടെ. ഏതായാലും എനിക്കും വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഏതായാലും എവിടെയെങ്കിലും പോയി നൈസായിട്ട് എവിടെയെങ്കിലും കയറിയിരിക്കാൻ നോക്കട്ടെ. അപ്പോൾ നമുക്ക് സീറ്റ് ഇട്ടിട്ടുണ്ട്, നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല സദ്യ കേട്ടോ, നല്ല സദ്യയാണ്, നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇവിടുന്ന് നമ്മൾ തിരികെയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മളത്തെ ഓണപ്പരിപാടികൾ.